ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദി ആറ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു. ഇലക്ട്രോണുകളെ പറ്റി, ന്യൂട്രോണുകളെ പറ്റിയും പ്രോട്ടോണുകളെ പറ്റിയും ഒക്കെ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്. ഇലക്ട്രോൺ ഷെല്ലുകളിലാണ് ഇരിക്കുന്നതെന്നറിയാം. ന്യൂക്ലിയസിൽ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലിരിക്കുന്നതെന്നറിയാം. പിന്നെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം തുല്യമാണെന്ന് നമുക്കറിയാം. ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുവാണെന്നറിയാം. അറ്റോമിക് നമ്പറും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമാണെന്നറിയാം. ഒരു എലമെൻറ്റിൻ്റെ ഇടതുവശത്ത് മുകളിലാണ് മാസ് നമ്പർ എന്നും അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ബോട്ടത്തിലാണ് അറ്റോമിക് നമ്പർ എന്നും നമുക്കറിയാം. ഇത് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തറോ ആവാനാണ്. കാരണം ഇത് തിരിഞ്ഞു പോകും, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത്, മാസ് നമ്പർ കണ്ടുപിടിക്കുന്നതൊക്കെ തിരിഞ്ഞു പോകും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തുവാണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമുക്കറിയാം ഇലക്ട്രോണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ വിന്യാസം. നമുക്കറിയാം ഇലക്ട്രോണ് എവിടെ? ഷെല്ലുകളിലാണുള്ളതെന്ന്. അപ്പം ഈ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ചില റൂൾസുകളൊക്കെ ഉണ്ട്. ഓരോ ഓർബിറ്റിലും ഇത്രേ ഇലക്ട്രോണുകളെ ആകാവൂ. ചുമ്മാ നമുക്കങ്ങനെ എടുത്തിട്ട് ചിതറിയിട്ട് ഇലക്ട്രോണിനെ എല്ലാം കൂടെ പറക്കിയ ഷെല്ലിലോട്ട് ഇടാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ഒരു റൂളുണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ ഇത്രയാകാൻ പാടുള്ളൂ, സെക്കൻഡ് ഷെല്ലിൽ ഇത്രയാകാൻ പാടുള്ളൂ, തേർഡ് ഷെല്ലിൽ ഇത്രയാകാൻ പാടുള്ളൂ എന്ന് അതിനെല്ലാം ഒരു റൂളുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിലെല്ലാം പഠിച്ചു. ഷെല്ലുകൾക്ക് 1, 2, 3, 4 എന്ന നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ K, L, M, N അങ്ങനെ ലെറ്റേഴ്സിലും അറിയപ്പെടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിന് K എന്നും, സെക്കൻഡ് ഷെല്ലിന് L എന്നും, തേർഡ് ഷെല്ലിന് M എന്നും, ഫോർത്ത് ഷെല്ലിന് N എന്നും അങ്ങനെ പോവും. അങ്ങനെ പോവും. എത്ര ഷെല്ലുണ്ടോ അത്രയും പോവും. 1, 2, 3, 4, 5, 6 അങ്ങനെ പോവും. പിന്നീട് നമ്മൾ പഠിച്ചു ഈ ഷെല്ലിനെ ഓർബിറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എനർജി ലെവൽസ് എന്നും വിളിക്കുന്നുണ്ട്. ഓരോ ഷെല്ലിനെയും ഓരോ എനർജി ലെവൽസ് ആണെന്നൊക്കെ നമ്മൾ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദ ബോർ മോഡൽ, വെയർ ഈസ് ആൻ ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം? നമുക്ക് ഈസി ആയിട്ട് പറയാമല്ലേ? ആറ്റം സിറ്റുവേറ്റഡ് ഇൻ ആറ്റം, ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നു. ഇലക്ട്രോൺ ഷെല്ലുകളിലാണെന്നല്ലേ? അവിടെ ഷെല്ലെന്ന് എഴുതണം. വാട്ട് ആർ ദ സിമ്പിൾസ് ഗിവൺ ടു ദ എനർജി ലെവൽ 1, 2, 3, 4? അത് ഞാൻ പറഞ്ഞു. K, L, M, N, O അങ്ങനെ പോവും. ഇത്രയും മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് സർട്ടൺ ലാസ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഓരോ ഷെല്ലുകളിലും നമ്മൾ ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യുന്നത് ചില നിയമങ്ങൾ, അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. നോക്കൂ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് 2n². അപ്പം ഒരു ആറ്റത്തിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് 2n². അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് നമ്പർ. അതായത് Kക്ക് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 2. ഞാനിവിടെ ഒരു ആറ്റം മോഡൽ വരച്ചിട്ടുണ്ട്. ഇത് റഫായിട്ടാണ്. അതിൻ്റെ നടുക്ക് ന്യൂക്ലിയസ് ആണ്, അതിനകത്ത് പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. അതിന് ചുറ്റുമുള്ളത് ഓർബിറ്റാണ്, അതായത് ഷെല്ലുകൾ അല്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങളെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഷെല്ലുകളിലെല്ലാം ഇലക്ട്രോണുകളുണ്ട്. ഞാനത് വരച്ചിട്ടില്ല. നമുക്ക് ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ പഠിച്ചിട്ട് നമുക്കത് വരയ്ക്കാം. അപ്പോൾ 1ന് നമ്മൾ K ഷെല്ലെന്ന് പറയും, ഷെല്ല് 2ന് നമുക്ക് L എന്ന് പറയാം, 3ക്ക് M എന്ന് പറയാം. അപ്പം ഈ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ല്, അതായത് ഏത് നമ്പറാണെന്ന്. അപ്പം ഈ N1 എന്ന് പറഞ്ഞാൽ N ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് K ആണ്. കാരണം ഷെൽ നമ്പർ 1 എന്ന് പറയുന്നത് K ആണ്. N ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അത് L ഷെല്ലാണ്. അപ്പം N ഈസ് ഈക്വൽ ടു 2 എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ വിചാരിച്ചോണം അതെന്താണ്, അത് L ഷെല്ലാണെന്ന്. N ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? M ഷെല്ലാണ്. അങ്ങനെ എവിടെ കണ്ടാലും നിങ്ങൾ വിചാരിച്ചോണം അത് M ഷെല്ലാണ്. മനസ്സിലായല്ലോ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ല്, അത് ഏത് ഷെൽ നമ്പറാണെന്നുള്ളതാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഷെല്ലും K ഷെല്ലിലായാലും L ഷെല്ലിലായാലും M ഷെല്ലിലായി എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാമെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n². അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം K ഷെല്ല് ആദ്യത്തെ ഷെല്ലാണ്, അതിൻ്റെ നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പം
ഇതിൻ്റെ ഫോമുല എന്താണ്? 2n² ആണ്. അപ്പോൾ 2 × 1, n എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × 1 ഈസ് ഈക്വൽ ടു 2. അപ്പം ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ വിന്യസിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ എല്ല് നോക്കാം. എല്ല് ഷെല്ലിൽ 2n². അപ്പോൾ എല്ലിൻ്റെ നമ്പർ എത്രയാണ്? 2 ആണ്. ഷെൽ നമ്പർ 2 ആണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 2ൻ്റെ സ്ക്വയർ. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്, എത്രാമത്തെ ഷെല്ലാണെന്നുള്ളത്. 2ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 2 × 2ൻ്റെ സ്ക്വയർ 4 വരും, 8 എണ്ണം. അപ്പോൾ 8 ഇലക്ട്രോണുകളെ മാത്രമേ നമുക്ക് എൽ ഷെല്ലിൽ വിന്യസിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് എം. എം എന്ന് പറയുന്നത് എത്ര? 3ാമത്തെ ഷെൽ നമ്പറാണ്. അപ്പോൾ 2 എന്ന് അപ്പം 2n². അപ്പം 2 × എന്നിൻ്റെ 3ാമത്തെ ഷെല്ലാണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ നമുക്ക് 2 18 കിട്ടും. അതുപോലെയാണ് ഏതാണ്? എൻ ഷെല്ല്. എൻ ഷെല്ല് ഞാനിവിടെ സ്മോളാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾ ക്യാപിറ്റൽ ഇട്ടോണം, എനിക്ക് തെറ്റിപ്പോയതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ്. അതായത് ലോവർ എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ്? ന്യൂക്ലിയസിന് അടുത്തുള്ള ഓർബിറ്റ് ലോവർ എനർജി. അവിടുന്ന് ഓരോരോ എനർജികൾ മുന്നോട്ട് പോകുന്തോറും എനർജി കൂടി വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർബിറ്റിൻ്റെ അടുത്തുള്ള ഷെല്ല്, അതായത് കെ ഷെല്ലാണ് ഓർബിറ്റിൻ്റെ അടുത്തുള്ള ഷെല്ല്. അപ്പം അത് ആ ഷെല്ലിനായിരിക്കും എനർജി കുറവ്. അപ്പം എൽ ഷെല്ലിന് അപ്പോൾ എൻ ഷെല്ലിനാണ് ഏറ്റവും കൂടുതലുള്ള എനർജി. അപ്പോൾ ഇത് പറയുന്നതിനനുസരിച്ച് ആദ്യം കെ ഷെല്ലിൽ ഫില്ല് ചെയ്ത്, പിന്നീട് എൽ ഷെല്ലിൽ, പിന്നീട് എം ഷെല്ലിൽ, പിന്നീട് അങ്ങനെ എനർജി ലെവൽ കൂടിയതിനകത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് 8. അതായത് നമ്മൾ ഏത് ഷെല്ലിലാണോ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത്, ചിലപ്പം അത് എൽ ഷെല്ലാവാം, എം ഷെല്ലാവാം, എൻ ഷെല്ലാവാം, അത് ഇലക്ട്രോണിൻ്റെ വിന്യാസം അനുസരിച്ചിരിക്കും. അതായത് 8 ഇലക്ട്രോണുള്ള ഒരു ആറ്റത്തിന് നമ്മൾ ആദ്യം കൊടുക്കുന്നത് എത്രയായിരിക്കും? ആദ്യത്തെ കെ ഷെല്ലിൽ 2 കൊടുക്കും. ഷെല്ലിൽ നമ്മൾ എത്ര കൊടുക്കും? 6 ഇലക്ട്രോൺ കൊടുക്കും. അതുപോലെ ഇപ്പം നോക്കൂ, പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 കെ എന്ന് വന്നേക്കുന്നത് വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ എലമെൻറ്റിൻ്റെ നെയിം വെച്ചാൽ കാലിയം എന്ന് പറയുന്നത്. കാലിയം എന്ന ലാറ്റിൻ വേർഡ് പൊട്ടാസ്യത്തിൻ്റെ എലമെൻറ്റിൻ്റെ പേര് ഉരുത്തിരിഞ്ഞ, അതുകൊണ്ടാണ് കെ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കൂ, നമുക്ക് കെ ഷെല്ലിൽ 2 കൊടുക്കാം, അതല്ലേ പറ്റൂ. എൽ ഷെല്ലിൽ 8 കൊടുക്കാം. പക്ഷേ എം ഷെല്ലിൽ എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് എം ഷെല്ലിൽ 18 എണ്ണം കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ലാസ്റ്റ് ഷെല്ലിൽ എത്രയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? 8 എണ്ണേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? ബാക്കി ബാലൻസ് വരുന്ന പിന്നെ എത്രയാണ്? 9 എണ്ണം എൽ ഷെല്ലിൽ 8 കൊടുത്തിട്ട് പിന്നെ നമുക്ക് 9 എണ്ണം വരും. അപ്പം നിങ്ങൾ ചിന്തിക്കത്തില്ലേ, എം ഷെല്ലിൽ 18 എണ്ണം കൊടുക്കാമല്ലോ, എങ്കിൽ പിന്നെ 9 എണ്ണം എം ഷെല്ലിൽ അങ്ങ് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കത്തില്ലേ? പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. 3ാമത്തെ റൂൾ അതാണ്, ലാസ്റ്റ് ഷെല്ലിൽ 8 എണ്ണേ വരാൻ പാടുള്ളൂ. അപ്പോൾ എമ്മിൽ നമുക്ക് 8 എണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം നെക്സ്റ്റ് ഷെല്ലിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നോക്കൂ, ലാസ്റ്റ് ഷെല്ലിൽ ഇപ്പം എം ഷെല്ലിൽ 18 എണ്ണം പറ്റും. അപ്പം ലാസ്റ്റ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടന്നു വന്നപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ ബാക്കിയുണ്ടെന്ന് വെച്ചോ. ഇലക്ട്രോൺ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം എം ഷെല്ലിലായപ്പോഴത്തേക്കും 10 ഇലക്ട്രോൺ ബാക്കിയുണ്ടെന്ന് വെച്ചോ. അപ്പോൾ 18 എണ്ണം എം ഷെല്ലിൽ കൊള്ളുമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ ആ 10 എണ്ണം നമുക്ക് എം ഷെല്ലിൽ കൊടുക്കാൻ പറ്റില്ല, 8 എണ്ണവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 2 എണ്ണം എൻ ഷെല്ലിലേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പം ബാലൻസ് 19 ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കൂ. എല്ലിൽ കഴിഞ്ഞിട്ട് ബാലൻസ് 19 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് എം ഷെല്ലിൽ 18 കൊടുത്ത് ബാക്കി 1 ഇലക്ട്രോണിനെ നമുക്ക് എൻ ഷെല്ലിലോട്ട് കൊടുക്കാം. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇപ്പോൾ 7 എണ്ണം വരാം, 3 എണ്ണം വരാം, 5 എണ്ണം വരാം, പക്ഷേ 8ൽ കൂടാൻ പാടില്ല. അതാണ് ലാസ്റ്റ് റൂള്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഞാൻ ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരാം. നെക്സ്റ്റ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫില്ലിംഗ് അപ്പ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ്സ്. ഓർബിറ്റിൽ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റൂൾസ് മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല
2n² ആണ്. ഓരോ ഓർബിറ്റിലും ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തതിൽ 8 ഇലക്ട്രോൺ, ഷെല്ലിൽ എത്രയാണ് 18 ഇലക്ട്രോൺ, നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോൺ, അങ്ങനെ പോവും. പക്ഷേ ലാസ്റ്റ് ഷെല്ലിൽ 8 വരെ ആകാൻ പാടുള്ളൂ. 8 കൂടുതലായി കഴിഞ്ഞാൽ പക്ഷേ സെക്കൻഡ് ഷെല്ലിൽ ഇപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിൽ നമുക്ക് 18 അല്ലെങ്കിൽ എൻ ഷെല്ലാണെങ്കിൽ 32 ഒക്കെ ഇടാൻ പറ്റും. പക്ഷേ അടുത്തൊരു ഷെല്ലുണ്ടായിരിക്കണം. അടുത്ത ഷെല്ലിൽ 8 കുറഞ്ഞ ഒരു ഇലക്ട്രോൺ, 8 കുറഞ്ഞ ഇലക്ട്രോൺ കോൺഫിഗറേഷനോ അടുത്ത ഷെല്ലിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നിയമം. Only the electron configuration of elements from atomic number 1 to 18 can be written accurately in this way. ഇതുപോലെ നമുക്ക് 1 മുതൽ 18 വരെ ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ. Writing electron configuration of elements with atomic number greater than 18 can be learned in the higher class. അപ്പോൾ 18 മുകളിലോട്ടുള്ളത് എങ്ങനെ ഹയർ ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 18 വരെ ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പഠിക്കും? ആദ്യത്തെ ഷെല്ലിൽ 2, കെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺ ചെയ്യും. അടുത്ത എന്തൊക്കെ എൽ ഷെല്ലിൽ എത്ര 8 ഇലക്ട്രോൺ ചെയ്യും. അപ്പോൾ 10 ഇലക്ട്രോണായി. എം ഷെല്ലിൽ എത്ര എണ്ണം ചെയ്യും? 8 ഇലക്ട്രോൺ ചെയ്യും. അപ്പം അന്നേരം 18 ഇലക്ട്രോൺ ആയല്ലോ. ഓക്കെ, അപ്പോൾ അത്ര വരെ ഈ പ്രാവശ്യം പഠിക്കാനുള്ളൂ. ഓർബിറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് ഡയഗ്രാമാറ്റിക്കിന് വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിക്കും. നോക്ക്, ഈ ഹൈഡ്രജൻ നമുക്കറിയാം, ഹൈഡ്രജന് ഒരൊറ്റ പ്രോട്ടോണേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനെ കണ്ടല്ലോ. സി ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഹാവിങ് അറ്റോമിക് നമ്പർ 5, മാസ് നമ്പർ 11. അപ്പം അറ്റോമിക് നമ്പർ മതി നമുക്ക്. അപ്പം ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഷെല്ലിൽ എത്ര എണ്ണത്തിനെയാണ്? 3 എണ്ണത്തിന്. സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് 8 എണ്ണത്തിനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 3 എണ്ണത്തിന് 3 ഉള്ളൂ. 2 കഴിഞ്ഞാൽ 5, മൊത്തം 5 ഉള്ളൂ. അപ്പോൾ 2 കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ്? പിന്നെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഷെല്ലിൽ എൽ ഷെല്ലിൽ നമുക്ക് എത്രയാണ്? 3 ഇലക്ട്രോണിനെ കൊടുക്കാം. ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ പിക്ചറാണിത്. അപ്പോൾ പ്രോട്ടോൺ 13 അപ്പം കെ ഷെല്ലിൽ എത്രയിടും? ഫസ്റ്റ് ഷെല്ലിൽ എത്രയിടും? 2 ഇലക്ട്രോണ്. നെക്സ്റ്റ് ഷെല്ലിൽ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണ്. നെക്സ്റ്റ് ഷെല്ലിൽ എം ഷെല്ലിൽ എത്രയാണ്? 3 ഇലക്ട്രോണ്. അപ്പോൾ 13 എണ്ണം ആയല്ലോ. അനലൈസ് ദ ഫിഗർ ആൻഡ് ഫിൽ ദി ഫോളോയിങ്. അറ്റോമിക് നമ്പർ 18 ആണെന്നറിയാം, കാരണം അറ്റോമിക് നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട്. മാസ് നമ്പർ എത്ര? മാസ് നമ്പർ എത്രയാണ്? 40 വരും. കാരണം പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും തമ്മിൽ കൂട്ടുന്നതാണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 18 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 22 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 40 കിട്ടും. നെക്സ്റ്റ് ഏതാണ്? നമ്പർ ഓഫ് പ്രോട്ടോണ് 18 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ അത് 18 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 22. അതിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് 18 വരുന്നത്? കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിലും 8. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് ഫ്രം അറ്റോമിക് നമ്പർ ഈസ് 1 to 18 ആൻഡ് റെപ്രസെൻറ്റ് ദർ ഷെൽ. അത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഐസോടോപ്സ്. ഹൈഡ്രജൻ്റെ ആറ്റമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാത്തിൻ്റെയും സ്വഭാവം ഒരുപോലെ, എല്ലാ ആറ്റങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും സ്വഭാവം ഒരുപോലെ ഇരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ആറ്റത്തിൻ്റെ പ്രത്യേകതയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എടുത്താൽ എല്ലാം ഒരുപോലെ ഇരിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ചെറിയ എലമെൻസുകൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, ഈ 3 ഹൈഡ്രജൻ്റെ ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവാൻ പറ്റും, ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല, പക്ഷേ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന്. ഹൈഡ്രജൻ്റെ ആറ്റം തന്നെ. അപ്പം ഇങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുള്ള ഹൈഡ്രജൻ്റെ വേറെ അതേ രീതിയിലിരിക്കുന്ന ഹൈഡ്രജൻ എലമെൻസിനെ കണ്ടുപിടിച്ചു. അപ്പം ആദ്യത്തതിനകത്ത് നോക്കൂ, ഒരു പ്രോട്ടോൺ ഉണ്ട്, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം എന്തുവാണ്? ന്യൂട്രോണിൻ്റെ എണ്ണം 0 ആണ്. ഇങ്ങനെയുള്ള ഹൈഡ്രജൻ്റെ ആറ്റത്തിനെ പ്രോട്ടിയം എന്ന് വിളിച്ചു. രണ്ടാമത്തത് നോക്ക്, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ആ ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിനെ ഡ്യൂറ്റീരിയം എന്ന് വിളിച്ചു. നെക്സ്റ്റ് നോക്ക്,
നെക്സ്റ്റിനകത്ത് ഒരു പ്രോട്ടോണൊക്കെ സെയിം തന്നെയാണ്, ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അതും വ്യത്യാസം വന്നില്ലേ? ആ ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിനെ ട്രിഷ്യം എന്ന് വിളിച്ചു. അപ്പം ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നില്ല, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. പ്രോട്ടോൺ തന്നെയല്ലേ അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയും പറയാം നമുക്ക്, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. കാരണം അറ്റോമിക് നമ്പർ സെയിം ആവാൻ കാരണം പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. പിന്നെ എന്താണുള്ളത്? മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെയും നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെയും തുകയല്ലേ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യാസം വരുമ്പോൾ മാസ് നമ്പറിന് വ്യത്യാസം വരത്തില്ലേ? അപ്പം ഇങ്ങനെ പറയാലോ, ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ് ആണ്, പക്ഷേ എന്തുണ്ട്? അറ്റോമിക് നമ്പർ സെയിമും ആയിരിക്കും, മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോൾ മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ ഐസോടോപ്സ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ കിടക്കുന്ന കോളം ഫില്ല് ചെയ്യാം. നെയിം ഓഫ് ആറ്റം പ്രോട്ടിയം, അതായത് ഹൈഡ്രജൻ്റെ തന്നെ ആറ്റമാണ്. അപ്പം പ്രോട്ടിയത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഒരു പ്രോട്ടോൺ ഉണ്ട്. ന്യൂട്രോൺ എത്ര ഉണ്ട്? 0 ആണ്. ഇലക്ട്രോൺ 1. അപ്പോൾ ഇലക്ട്രോൺ 1 ആയിരിക്കും. പ്രോട്ടോൺ 1 ആണെങ്കിൽ ഇലക്ട്രോണും 1 ആയിരിക്കും. അറ്റോമിക് നമ്പറും 1 ആയിരിക്കുമല്ലോ, കാരണം പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ മാസ് നമ്പറും 1 ആയിരിക്കും, കാരണം മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക് നമ്പർ മൈനസ് അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ നമ്പർ മൈനസ് ഇലക്ട്രോണിൻ്റെ നമ്പർ. അപ്പോൾ 1ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. മനസ്സിലായല്ലോ മാസ് നമ്പർ എങ്ങനെ കിട്ടിയെന്ന്. ഇനി ഡിറ്റീരിയത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ നമ്പർ 1 ആയിരിക്കും. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ന്യൂട്രോൺ 1 ആണ്, അത് ഈ കാണുമ്പോൾ തന്നെ അറിയാം. ഇലക്ട്രോണും 1 ആയിരിക്കും. അറ്റോമിക് നമ്പറും 1 ആയിരിക്കും. മാസ് നമ്പർ 2 ആയിരിക്കും, കാരണം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്, 2 ആയിരിക്കും. ഇനി ട്രിഷ്യത്തിൻ്റെ എങ്ങനെയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം 1 തന്നെയാണ്, സെയിം ആണല്ലോ പ്രോട്ടോണിൻ്റെ എണ്ണം. പിന്നെന്താണ്? ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആണ് അല്ലേ, അതിനകത്ത് കിടപ്പുണ്ട്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 1 ആയിരിക്കും. പ്രോട്ടോൺ 1 ആയതുകൊണ്ട് ഇലക്ട്രോണും 1 ആയിരിക്കും. അറ്റോമിക് നമ്പറും 1 ആയിരിക്കും. മാസ് നമ്പർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം വന്നത് അതാണ്, ന്യൂട്രോണിൻ്റെ എണ്ണവും വ്യത്യാസം വന്നു, മാസ് നമ്പറും വ്യത്യാസം വന്നു. അറ്റോമിക് നമ്പറും പ്രോട്ടോണിൻ്റെ എണ്ണവും സെയിം ആണല്ലേ. മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പം ഐസോടോപ്സ് എന്താണെന്ന് ഇപ്പോൾ ഒരുവിധം പിടികിട്ടി കാണുമല്ലോ. മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, കാരണം ന്യൂട്രോണിൻ്റെ നമ്പർ ഡിഫറൻ്റ് ആയതുകൊണ്ട് മാസ് നമ്പറും ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണിൻ്റെ നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയിരിക്കും. ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. വിച്ച് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റം? അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 1 ആണ്. വിച്ച് ഈസ് ദ എലമെൻറ്റ് ഹാവിങ് അറ്റോമിക് നമ്പർ 1? ഞാൻ പറഞ്ഞു, അത് തൊട്ടേ പറയണു, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറാണ് 1. ദെൻ ഓൾ ദീസ് 3 ആർ ഹൈഡ്രജൻ ആറ്റംസ്. എന്നിട്ടും ഇത് 3ഉം ഹൈഡ്രജൻ്റെ ആറ്റമാണ്. ഇൻ ദ നമ്പർ ഓഫ് വിച്ച് പാർട്ടിക്കിൾസ് ഡു ദീസ് ആറ്റം ഡിഫർ? ഏതാണ്? ന്യൂട്രോൺ ആണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അവിടെ ന്യൂട്രോൺ എഴുതണം. ആർ ദി മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് ആറ്റംസ് സെയിം? നോ, മാസ് നമ്പറും വ്യത്യാസമാണ്. വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസിനകത്ത് ഏതാണ്? എങ്ങനെയാണ്? പ്രോട്ടിയത്തിന് ന്യൂക്ലിയസിന് ന്യൂട്രോൺ ഇല്ല. അപ്പോൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞല്ലോ ഐസോടോപ്സ് എന്തുവാണെന്ന്. ദീസ് ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇതാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ്. ക്യാൻ യു ഡിഫൈൻ? അപ്പം മനസ്സിലായല്ലോ ഐസോടോപ്സ് എന്തുവാ? ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ്. പല ആറ്റം സെയിം എലമെൻറ്റിൻ്റെ, ഹൈഡ്രജൻ്റെ തന്നെ പല സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റമാണ്. കാരണം ഡിഫറെൻറ്റ് ആറ്റം എന്ന് പറയാൻ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അവിടെ വ്യത്യാസം വന്നപ്പോഴേ ഡിഫറെൻറ്റ് ആറ്റമായി, പക്ഷേ സെയിം എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ വ്യത്യാസമാണല്ലോ. ഐസോടോപ്സ് എക്സിബിറ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്, ബട്ട് ദേ ഷോ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് കാണിക്കുന്നു? ചെറിയൊരു വേരിയേഷൻസ് കാണിക്കുന്നു. ഹെവി വാട്ടർ ഈസ് എ ഓക്സൈഡ് ഓഫ് ഡിറ്റീരിയം. ഹെവി വാട്ടർ ഡിറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H2 ആണ്. ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, അതിനകത്ത് ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതൊക്കെ നമുക്കറിയാമല്ലോ. H2 ആണ് വാട്ടർ എന്ന്. അപ്പോൾ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഡിറ്റീരിയത്തിൻ്റെ ഒരു ഓക്സൈഡാണ്. ആൻഡ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ.
ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് എവിടെ ഉപയോഗിക്കുന്നു? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ ഏതാണ് ഹെവി വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കൂ. നെക്സ്റ്റ് ഫിഗറിൽ എത്ര ഉണ്ട്? 6 പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ 6 പ്രോട്ടോൺ ആകുമ്പോൾ തന്നെ 6 ഇലക്ട്രോണും കാണും. 6 ഇലക്ട്രോൺ കാണും. പിന്നെ ഇതിനകത്ത് തന്നെ ന്യൂക്ലിയസിലുണ്ട് 6 ന്യൂട്രോണും ഉണ്ട്. നെക്സ്റ്റ് നോക്ക്, 6 പ്രോട്ടോൺ തന്നെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഈ 6 ഇലക്ട്രോൺ തന്നെ കാണുമല്ലോ. പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം നോക്ക് 7 ആണ്. നെക്സ്റ്റ് നോക്ക്, 6 പ്രോട്ടോൺ തന്നെ ഉണ്ട്. പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പം 6 പ്രോട്ടോൺ ആണെങ്കിൽ 6 ന്യൂട്രോൺ തന്നെ കാണുമെന്ന് 6 ഇലക്ട്രോൺ തന്നെ കാണുമെന്ന് നമുക്കറിയാം. അത് നോക്ക്, കാർബണിൻ്റെ ആണത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ആർ ദ നാച്ചുറൽ ഐസോട്ടോപ്സ് ഓഫ് കാർബൺ. അപ്പോൾ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് മൊത്തം കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ്. ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഈസ് കാർബൺ 12. നൗ യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദ കാർബൺ ആൾസോ ആണ് ഐസോ. അപ്പോൾ കാർബണും ഐസോട്ടോപ്സ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ കാർബൺ 12 എന്ന് പറഞ്ഞു തന്നാൽ 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പറാണ്. നമുക്കറിയാലോ ലെഫ്റ്റ് മുകൾ ടോപ്പിൽ അതിൻ്റെ മാസ് നമ്പറാണ്. അപ്പോൾ ഈ കാർബൺ 12 എന്നും കാർബൺ 13 എന്നും കാർബൺ 14 എന്നൊക്കെ പറയുന്നത് ഈ 14 എന്ന് പറഞ്ഞതിൻ്റെ മാസ് നമ്പറാണ്. അത് ഓർത്ത് വെച്ചോണം. ലെഫ്റ്റ് ടോപ്പിലാണത്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് കാർബൺ 13 എമംഗ് ദി isotopes of carbon is approximately 1.1%. ഇനി ദിസ് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റാബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ കാർബൺ 13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് മെറ്റാബോളിക് പ്രോസസ് ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സ് മെറ്റാബോളിസത്തെ പറ്റി പഠിക്കാനാണ്. കാർബൺ 14 ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. കാർബൺ 14 ഏതാണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ ഏജുകൾ ഡിറ്റർമിൻ ചെയ്യാനാണ് ഏത് കാർബൺ 14 മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഏതാണ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഏജ് നിർണ്ണയിക്കുന്നതിനുള്ളൊരു മെത്തേഡാണ് കാർബൺ 14 ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഏജ് നിർണ്ണയിക്കുന്നതെന്ന്. ഇനി നെക്സ്റ്റ് നോക്ക്, ഐസോട്ടോപ്സ് ഒക്കെ അയോഡിൻ. അപ്പോൾ 131 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കുന്നതിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുമാണ് നമ്മൾ അയോഡിൻ 131 ഉപയോഗിക്കുന്നത്. അടുത്ത യുറാനിയം 235 ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 16 ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന്. സോഡിയം 24 ടു ഡിറ്റക്ട് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻ. അയൺ 59 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡയഗ്നോസ് അനീമിയ. ഐസോട്ടോപ്സ് മനസ്സിലായല്ലോ. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഐസോബാർസ് ആണ്. ഐസോബാർസിൻ്റെ നോക്കിക്കേ, പ്രോട്ടോണിൻ്റെ എണ്ണം 18, നെക്സ്റ്റിൽ 19, അടുത്തത് 20. ഇതിനകത്ത് പ്രോട്ടോണും ഡിഫറൻ്റ് ആണ്, ന്യൂട്രോണും ഡിഫറൻ്റ് ആണ്. പക്ഷെ മാസ് നമ്പർ നോക്ക്, ആർഗണിൻ്റെ തന്നെ 40 മാസ് നമ്പർ. പൊട്ടാസ്യത്തിൻ്റെ നോക്ക് 40, കാൽസ്യത്തിൻ്റെ നോക്ക് 40. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇതിനകത്ത്? പ്രോട്ടോണിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ സെയിം ആയിരിക്കും. അതായത് അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ സെയിം. നോക്ക്, ഫില്ല് ചെയ്യുന്ന നോക്ക്, ആർഗൺ 18, പ്രോട്ടോൺ 18, കാൽസ്യത്തിൻ്റെ 19, പൊട്ടാസ്യത്തിൻ്റെ 19, കാൽസ്യത്തിൻ്റെ 20. പക്ഷേ ഇലക്ട്രോൺ സെയിം തന്നെ ആയിരിക്കും. ന്യൂട്രോണോ 22, 21, 20. അറ്റോമിക് നമ്പറും പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറോ പക്ഷേ എല്ലാം സെയിം ആയില്ല, 40. മാസ് നമ്പർ സെയിം ആണ്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദി മാസ് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ്സ്? സെയിം. അങ്ങനെ സെയിം. ആർ ദി അറ്റോമിക് നമ്പർ ദി സെയിം? നോ, ഡിഫറൻ്റ് ആണ്. അവിടെ എന്ത് എഴുതണം? ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോബാർസ് ആറ്റംസ് ഹാവിങ് ദ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. മനസ്സിലായല്ലോ. ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടേ, ആറ്റംസ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈസ് ഈക്വൽ ആർ നോൺ ആസ് ഐസോട്ടോൺസ്. ന്യൂട്രോൺസ് ഈക്വൽ ആണ്. നോക്കൂ, നൈട്രജൻ്റെയും തന്നിട്ടുണ്ട്, കാർബണിൻ്റെയും തന്നിട്ടുണ്ട്, താഴെ മുകളിൽ മാസ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ ന്യൂട്രോണിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിൻ്റെ നമ്പർ.
അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺ, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് ന്യൂട്രോണിനെ കിട്ടും. അപ്പോൾ ന്യൂട്രോണിനെ കിട്ടുമ്പോൾ ഇവിടെ എന്താണ്? 8ആണ്. രണ്ടിൻ്റെയും ന്യൂട്രോൺ 8. അപ്പം ന്യൂട്രോൺ സെയിം ആയതിനെ ഒരേപോലെ തന്നെ ഐസോട്ടോൺസ് എന്ന് പറയുന്നു. അപ്പം കെമിസ്ട്രിയുടെ ചാപ്റ്റർ തീർന്നു. നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എല്ലാത്തിനും. ഓക്കെ, ബൈ ബൈ.